CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും ജോബ് സീക്കേഴ്സ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേമാണ്. ഹാഫ് സാലറി എന്നൊരു വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിലെ നല്ല വേക്കൻസി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തോളം സ്ഥിരമായിട്ട് അറിയാനായിട്ട് സ്മാർട്ട് മൂവ്സിലൂടെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ CV-കൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ CV എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളും അവരുടെ ഡീറ്റെയിൽസിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് എഴുതേണ്ടത്, അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്, ഇതാണ് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രിന്റ് ഔട്ട് എടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതും. അതല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പികളായിരിക്കും മറ്റ് കമ്പനീസിലേക്കും എംപ്ലോയേഴ്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഹെഡ്ലൈൻസ് ആദ്യ സമയങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷർ ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ കോളേജിൽ ഇതിന്റെ ഒരു CV പ്രിപ്പറേഷൻ എന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ ക്ലാസ്സിലുള്ള എല്ലാവരും അവരുടെ പേരുകളും ഇനീഷ്യലുകളും മാത്രം മാറ്റിയിട്ട് ഒരു CV റെഡിയാക്കുന്നു, ഫോട്ടോ എല്ലാവരുടെയും അറ്റാച്ച് ചെയ്യുന്നു. ഈ രീതിയിലായിരുന്നു. എന്നാൽ പിന്നീട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ നോക്കുമ്പോൾ പേരും ഫോട്ടോ മാത്രം മാറിയിട്ടുള്ള ഒരു സോഫ്റ്റ് കോപ്പികൾ അവർക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുകയും അതിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് ഈ ഒരു കാൻഡിഡേറ്റിന് മറ്റൊരു കാൻഡിഡേറ്റിൽ നിന്ന് എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ CV-യിലുള്ള ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരാളുടെ യുണീക്നെസ് അല്ലെങ്കിൽ അയാളുടെ മാത്രമായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതും ആർക്ക് തന്നെയാണ് സ്വയമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് എനിക്ക് ഏറ്റവും അധികം എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭംഗിയായി ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചിന്തിക്കുക. അത് പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന് ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് CV-യിൽ ഡിനോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ഫോണ്ട് സൈസിനൊക്കെ കുറച്ച് മാറ്റം വരുത്തി കൊടുക്കുകയും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള റീസെന്റ് ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യുക എന്നതാണ് CV-യുടെ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇൻഫർമേഷൻ, അതായത് അഡ്രസ്സ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ID, ഇതൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും CV പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 6 മാസമായി അതിൻ്റെ ഇടയിൽ ഫോൺ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തു, മെയിൽ IDയിൽ ഒരു അപ്ഡേഷൻ വന്നു, ഇതൊന്നും CV-യിൽ വന്നിട്ടില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ CV പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു, ഇപ്പോഴാണ് ഇമ്മീഡിയറ്റ്ലി ജോലി വേണ്ടതെങ്കിൽ ഫൈനൽ ക്രോസ് ചെക്കിംഗ് ചെയ്തതിന് ശേഷം മാത്രം ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് പലപ്പോഴും ചെയ്തു തരുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അതിലുള്ള സ്പെല്ലിങ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഫൈനൽ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം CV ഫോർവേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി എന്നത് വലിയൊരു ചാർജസ് ആണ്. അത്തരത്തിലുള്ള ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിലെ വേക്കൻസി അപ്ഡേറ്റുകൾ അറിയാനും ഡിജിറ്റൽ ട്രെയിനിങ് വഴി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനും സ്മാർട്ട് മൂവ്സ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യം സ്മാർട്ട് മൂവ്സിലേക്ക് പെട്ടെന്ന് CV ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന SM ടോക്സ് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.